ധാരാളം ഖൈർ നേടിത്തരുന്ന മറ്റു ചില മാർഗങ്ങൾ കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. എന്താണ് നോമ്പ് പരിചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോമ്പിന്റെ നിർവചനം എല്ലാവർക്കും അറിയാം. ഇതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അവയിൽ നിന്ന് വിട്ടുനിൽക്കുക. അതാണ് സൗമ്, നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് പരിചയാണെന്നാണ് വിശ്വാസം പറഞ്ഞത്. പരിചയം എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധത്തിൽ ശത്രുക്കളുടെ വാളും കുന്തവും ഏൽക്കാതെ സംരക്ഷിക്കുന്ന കവചം, അതാണ് പരിചയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? നോമ്പ് ദുനിയാവിലും ആഖിറത്തിലും പല ഷർറുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന പരിചയാണ്. ദുനിയാവിൽ തഖ്വയുണ്ടാക്കും. ദുനിയാവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ കാര്യം തഖ്വയാണ്. ദുനിയാവിൽ നമ്മെ ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടം പാപങ്ങളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ സംരക്ഷണമാണ് നോമ്പെന്ന് പറയുന്നത്. നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വ ഉണ്ടാകാനുള്ള മാർഗമാണ് നോമ്പ്. എന്തുകൊണ്ടാണ് നോമ്പ് കൊണ്ട് തഖ്വ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നോമ്പിലൂടെ തഖ്വ ഉണ്ടാകുന്നത്? അത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ആറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഫലം നമുക്ക് കിട്ടുമായിരുന്നു, തഖ്വ ഉണ്ടാകുമായിരുന്നു. എന്താണത്? നോമ്പ് എന്ന് പറഞ്ഞാൽ ഹലാലായ കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്. നോമ്പിൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ ഒഴിവാക്കുന്നു, അതുപോലെ തന്നെ ഹലാലായ ഭാര്യയുമായി ഉള്ള ബന്ധം ജിമാ അത് ഒഴിവാക്കുന്നു. ഒക്കെ ഹലാലായ കാര്യങ്ങളാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ പേടിച്ചു. ഹലാലായ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഹറാമുകൾ നമ്മൾ എത്രമാത്രം ഒഴിവാക്കേണ്ടതുണ്ട്? അത് ഒഴിവാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇതാണ് റമദാൻ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തുള്ള സുന്നത്ത് നോമ്പുകൾ തഖ്വ ഉണ്ടാക്കുന്ന മാർഗം. ഈ ഒരു ബോധത്തോടു കൂടി നോമ്പ് നോറ്റാൽ തഖ്വ ഉണ്ടാകും. അതുപോലെ ആഖിറത്തിൽ നരകത്തിൽ നിന്നുള്ള പരിചയമാണ്, ജന്നത്ത് കവചമാണ് നോമ്പ്. ഒരു ഹദീസിൽ കാണാം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദ അല്ലാഹു അൻ വജ്ഹിഹി അൻ-നാറ 70 ഖരീഫ. ഒരു ദിവസം നോമ്പ് നോറ്റവൻ അള്ളാഹു അവന്റെ മുഖത്ത് നിന്ന് 70 വർഷം നരകത്തെ അകറ്റും എന്നൊരു ഹദീസിൽ വന്നു. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഒരു പരിചയമാണ്, സംരക്ഷണമാണ് നോമ്പ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു കാണാം, ലൗ ലം യകുൻ ഫീ ഫദ്ലി സിയാമി ഇല്ല ഹാദാ ലകഫ. നോമ്പിന്റെ പുണ്യം, അതിന്റെ മഹത്വം, ഫദ്ല് പഠിപ്പിക്കുന്നതായിട്ട് ഈ ഒരു ഹദീസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് മതിയായിരുന്നു. നമുക്ക് ധാരാളം നോമ്പ് നിൽക്കാൻ ഈ ഒരു ഹദീസ് മതി. അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ് എന്ന് പറയുന്ന ഈ ഒരു 2 വാക്ക് മതി നമുക്ക് ധാരാളമായി സുന്നത്ത് നോമ്പ് നോക്കാൻ എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. നമുക്കിനി വരാനുള്ള ദിവസങ്ങൾ ഇന്നു മുതൽ തുടങ്ങി മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല നോമ്പ്, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല നോമ്പ് ഏതാണെന്ന് ചോദിച്ചപ്പോ മുഹറമിലെ നോമ്പാണ് എന്നാണ് പഠിപ്പിച്ചത്. മുഹറം മാസത്തിൽ മുഴുവൻ വേണമെങ്കിൽ നോമ്പ് നോൽക്കാം, 10 നോമ്പ് നോൽക്കാം. അപ്പൊ ഇങ്ങനെ സുന്നത്തായ അവസരങ്ങളിലൊക്കെ നോമ്പ് നോൽക്കുക എന്നുള്ളത് ദുനിയാവിലും ആഖിറത്തിലും ഒരു സംരക്ഷണം ആണ്.